തെരഞ്ഞെടുപ്പിനുള്ള ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് കോൺഗ്രസ് സ്ക്രീനിംഗ് കമ്മിറ്റിയുടെ അംഗീകാരം. 30 സ്ഥാനാർത്ഥികളുടെ പട്ടികയ്ക്കാണ് മധുസൂദനൻ മിസ്ത്രിയുടെ നേതൃത്വത്തിലുള്ള സമിതി അംഗീകാരം നൽകിയത്. പട്ടികയിൽ 20 സിറ്റിംഗ് MLA-മാർ ഇടം പിടിച്ചിട്ടുണ്ട്. ശരത് ലാൽ വിവരങ്ങളുമായി ചേരുന്നു. ശരത്ത്, ഏറ്റവും പുതിയ അപ്ഡേഷൻ ആണോ ഇത്? എന്തൊക്കെ വിശദാംശങ്ങൾ നമുക്ക് ലഭിക്കുന്നു? പുറത്തുവരുന്ന വാർത്തകൾ സ്ഥിരീകരിക്കാമോ? അതെ, കാരണം ഇപ്പോൾ സ്ക്രീനിംഗ് കമ്മിറ്റി യോഗം കഴിഞ്ഞ് അല്പസമയം മുമ്പാണ് സ്ക്രീനിംഗ് കമ്മിറ്റി യോഗം കഴിഞ്ഞത്. മധുസൂദനൻ മിസ്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിൽ KC വേണുഗോപാലും അതിലെ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫും പങ്കെടുത്തിരുന്നു. അതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യം വെച്ചാൽ 20 സിറ്റിംഗ് MLA-മാർക്ക്, അതായത് തൃപ്പൂണിത്തറയും അതേപോലെ പാലക്കാട്ടും ഒഴിച്ചുള്ള 22 സിറ്റിംഗ് MLA-മാരാണ് കോൺഗ്രസിനുള്ളത്. അതിൽ 20 MLA-മാർക്ക് വീണ്ടും സ്ഥാനാർത്ഥിയെ മത്സരിക്കാനുള്ള അനുമതിയാണ് സ്ക്രീനിംഗ് കമ്മിറ്റി നൽകിയിരിക്കുന്നത്. അതേപോലെ വട്ടിയൂർക്കാവിൽ K മുരളീധരൻ, അതേപോലെ മണലൂരിൽ TN പ്രതാപൻ അടക്കം, പിന്നെ അതേപോലെ സംവരണ സീറ്റുകൾ ഇവിടെ അടക്കമുള്ള അങ്ങനെ 10 സീറ്റുകൾ കൂടി സ്ക്രീനിംഗ് കമ്മിറ്റി അംഗീകാരം നൽകിയിരിക്കുകയാണ്. ഇത് 22 നടക്കുന്ന കേന്ദ്ര തെരഞ്ഞെടുപ്പ് കോൺഗ്രസിന്റെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി അംഗീകരിക്കുന്നതോടെ 22-ാം തീയതിയോടെ ഇതിൻ്റെ സംബന്ധിച്ച 23-ാം തീയതി തെരഞ്ഞെടുപ്പ് പട്ടിക പുറത്തു വരും എന്നാണ് ആദ്യഘട്ട പഠന പത്രിക പുറത്തു വരുന്നത്. ആദ്യഘട്ട തെരഞ്ഞെടുപ്പിലുള്ള സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വരുന്നത് 22-ന് ശേഷമുള്ള ഇലക്ഷൻ കമ്മിറ്റി യോഗത്തിന് ശേഷമായിരിക്കും. ഏതായാലും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. സ്ക്രീനിംഗ് കമ്മിറ്റി യോഗം കൂടുകയും അതിൽ കേരളത്തിലെ ആദ്യ പട്ടികയ്ക്ക് തന്നെ അംഗീകാരം നൽകുകയും ചെയ്യുന്നു. ഇങ്ങനെയാണെങ്കിൽ കേരളത്തിൽ ആദ്യം സ്ഥാനാർത്ഥികളെ ഔദ്യോഗികം പ്രഖ്യാപിക്കുന്ന ഒരു പാർട്ടിയായി കോൺഗ്രസ് മാറും. 20 സിറ്റിംഗ് MLA-മാരും 10 അല്ലാത്തവരുമാണ് ഈ പട്ടികയിലുള്ള. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വട്ടിയൂർക്കാവിൽ K മുരളീധരൻ മത്സരിക്കുന്നു, TN പ്രതാപൻ മണലൂരിൽ മത്സരിക്കുന്നു എന്നുള്ളതാണ്. മറ്റുള്ള മണ്ഡലങ്ങളിൽ സംവരണ മണ്ഡലങ്ങളാണ്. ഏതായാലും 2 മണ്ഡലങ്ങൾ പാലക്കാടും അതേപോലെ തൃപ്പൂണിത്തറയും ഈ പട്ടികയിലില്ല. അത് 2-ാം ഘട്ട പട്ടികയിൽ VD സതീശൻ്റെ യാത്ര സമാപിച്ച ശേഷമുള്ള 2-ാം ഘട്ട പട്ടികയിലായിരിക്കും ഇത് സംബന്ധിച്ചിട്ടുള്ള തൃപ്പൂണിത്തറയിലും അതേപോലെ പാലക്കാട്ടും ആരായിരിക്കും സ്ഥാനാർത്ഥി എന്ന കാര്യത്തിൽ ഉള്ള തീരുമാനമാവുക. ഏതായാലും ഇന്ന് വൈകിട്ട് 6:30 മണി തൊട്ട് നടന്ന യോഗം അല്പസമയം മുമ്പ് 10:20 കൂടിയാണ് സമാപിച്ചത്. KC വേണുഗോപാലും യോഗത്തിൽ പങ്കെടുത്തു, അതേപോലെ തന്നെ സണ്ണി ജോസഫ് യോഗത്തിൽ പങ്കെടുത്തു. കേരളത്തിലെ KPCC തെരഞ്ഞെടുപ്പ് കമ്മിറ്റി നൽകിയ പേരുകളാണ് ഇപ്പോൾ സ്ക്രീനിംഗ് കമ്മിറ്റി ഏകകണ്ഠമായി അംഗീകരിച്ചിരിക്കുന്നത്. ഒരു MLA പോലും മണ്ഡലമാറ്റമില്ല എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. നിലവിലുള്ള MLA-മാർ അതേ മണ്ഡലത്തിൽ തന്നെ മത്സരിക്കും എന്നതാണ് ഈ സ്ക്രീനിംഗ് കമ്മിറ്റി അംഗീകരിച്ച പട്ടികയിലെ പ്രധാന വിഷയം. ഏതായാലും നമുക്കിപ്പോൾ ഏറ്റവും പറയുന്നത് കോൺഗ്രസിൻ്റെ ആദ്യ പട്ടികയ്ക്ക് സ്ക്രീനിംഗ് കമ്മിറ്റി അംഗീകാരം നൽകിയിരിക്കുന്നു എന്നത് തന്നെയാണ്. ഏതായാലും ഒരു മുഴം മുമ്പേ തന്നെ കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടിക അല്ലെങ്കിൽ പ്രഖ്യാപിക്കുന്നതിൽ മുന്നോട്ട് പോകുന്നു എന്നും കൂടി നമുക്ക് കൂട്ടിച്ചേർത്ത് പറയാം. രണ്ടാമത്തെ കാര്യം, 22-ാം തീയതി നടക്കുന്ന കേന്ദ്ര കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി മീറ്റിംഗിൽ VD സതീശനടക്കമുള്ള പ്രതിപക്ഷ നേതാവും KPCC അധ്യക്ഷനും അതിൽ പങ്കെടുക്കണം. ആ യോഗത്തിലാണ് ഇതിന് അന്തിമ തീരുമാനമാകുക. അന്തിമ തീരുമാനമാകുമ്പോൾ 22-ാം തീരുമാനമായാൽ അന്നോ അല്ലെങ്കിൽ പിറ്റേന്ന് രാവിലെയോ ഇത് സംബന്ധിച്ച ഔദ്യോഗികമായ പ്രഖ്യാപനം AICC നടത്തും. ഒരു പ്രശ്നവുമില്ലാതെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പട്ടിക ആദ്യമായി പുറത്തിറങ്ങൂ എന്നൊരു പ്രത്യേകത കൂടി ഈ തെരഞ്ഞെടുപ്പ് കാലത്തുണ്ട്. ഏതായാലും നിലവിലുള്ള MLA-മാർക്കൊക്കെ തന്നെ സീറ്റിംഗ് നൽകിക്കൊണ്ട് 2 MLA-മാരെ ഒഴിച്ച്, അതായത് പാലക്കാടും രാഹുൽ മാങ്കോട്ടമാണ്. രാഹുൽ മാങ്കോട്ടത്തിന് പാലക്കാട് സീറ്റില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നാൽ കോൺഗ്രസിൻ്റെ സീറ്റിൽ മറ്റൊരു സഖ്യകക്ഷികൾക്കും സീറ്റ് നൽകുന്നില്ല എന്നു തന്നെയാണ്. ഏതായാലും ലീഗിൻ്റെ പോലും പട്ടാമ്പി മറ്റുള്ള കാര്യങ്ങളൊക്കെ വെച്ചുമാറുന്ന കാര്യങ്ങളൊക്കെ അടുത്ത ഘട്ടത്തിൽ മാത്രമേ തീരുമാനിക്കപ്പെടുകയുള്ളൂ. ഏതായാലും സണ്ണി ജോസഫിൻ്റെ ഡൽഹിയിലെ യാത്ര ഇനിയും രാത്രി 11 മണിക്ക് വീണ്ടും ഒരു കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. അതിൽ ദീപദാസ് മുൻഷിയും അതേപോലെ തന്നെ അതിനുശേഷം KC വേണുഗോപാലും സണ്ണി ജോസഫും കൂടി 11:30 മണിക്ക് ശേഷം വീണ്ടും ഒരു പ്രാവശ്യം കൂടി KC വേണുഗോപാലിൻ്റെ വസതിയിൽ വെച്ച് ചർച്ച നടത്തുന്നുണ്ട്. അത് അദ്ദേഹത്തിന് KPCCയിലെ പുതിയ അധ്യക്ഷനാവണമോ കാര്യങ്ങളോ അല്ലെ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. അത് സംബന്ധിച്ചിടത്തോളം ഏതായാലും KPCC അധ്യക്ഷൻ നാളെ കേരളത്തിൽ തിരിക്കുമെന്നതാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. ശരത്ത്, വ്യക്തമാണ്. ശരത്ത് നൽകുന്ന വിവരങ്ങൾ അനുസരിച്ച് 22-ാം തീയതി VD സതീശൻ ഉൾപ്പെടെ പങ്കെടുക്കുന്ന ഒരു മീറ്റിങ്ങോടുകൂടി ഇതിൻ്റെ ഒരു അന്തിമ തീരുമാനമുണ്ടാകും. 30 സ്ഥാനാർത്ഥികളുടെ ആദ്യ പട്ടികയ്ക്ക് AICC അംഗീകാരം നൽകിയിരിക്കുന്നു. 20 സിറ്റിംഗ് MLA-മാർ, അതിൽ തൃപ്പൂണിത്തറയും പാലക്കാട് ഒഴികെയുള്ള 20 സിറ്റിംഗ് MLA-മാരും മത്സരിക്കും എന്നു തന്നെയാണ് ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരം.